സദക്ക എല്ലാത്തിനും പരിഹാരമാണ്. സദക്ക എല്ലാ ബലാവുകളെയും തട്ടി നീക്കും. ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഏത് രോഗമുള്ളവനും സദക്ക ചെയ്യുന്നതായിട്ട് കാണാം. ആ സദക്ക കൊണ്ട് എന്ത് ചെയ്യും? പലപ്പോഴും അവൻ്റെ രോഗം മാറുന്നതായി കാണാം. കാരണം എന്താ? സദക്ക റദ്ദുൽ ബലാ, നമുക്ക് വരുന്ന ഏതൊരു വിപത്തും തട്ടി നീക്കാൻ കഴിവുള്ള ഒരേ ഒരു വസ്തു അത് മാത്രമാണ്, വേറൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നല്ല ഏത് വിപത്ത് വന്നാലും സദക്ക ചെയ്യാം. പക്ഷേ ആ നെയ്യത്ത് നമുക്ക് വേണം. ഇപ്പം ആളുകൾ എന്ത് ചെയ്യുക, ആരെങ്കിലും രോഗം വന്നാൽ പിന്നെ എന്ത് ചെയ്യുക, തടിക്ക് തടി അറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ കൊടുക്കുന്നവന് നെയ്യത്തൊന്നുമില്ല, അവനിങ്ങനെ എല്ലാവരും കാണിക്കാണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അവനെന്ത് ചെയ്യണം? ഈ മാംസം ഞാൻ സദക്ക ചെയ്യുന്നു, ഈ രോഗിയുടെ ഈ അസുഖത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നതിനും അയാൾക്ക് വന്നുപെട്ട വിപത്തിൽ നിന്ന് അദ്ദേഹത്തിന് സലാമത്ത് കിട്ടുന്നതിനും വേണ്ടി എന്ന് നെയ്യത്ത് ചെയ്ത് കൊടുത്താലല്ലേ ഇതാവുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യുക, തടിക്ക് തടി അറുത്ത് കൊടുക്കാന്ന് പറഞ്ഞ് അർത്ഥം കൊടുത്താൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ സദക്ക ചെയ്യാം. ബാക്കിയെല്ലാം നല്ലതൊക്കെ തന്നെ. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം പുതിയൊരു ഏർപ്പാട് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നോണ്ട് തന്നെ കുറേ ആൾക്കാർ ഒന്നിച്ചങ്ങ് സുന്നത്ത് പോകുമ്പോൾ നോക്കല് ഒരു പുതിയ പരിപാടിയാണ്. നല്ലതൊക്കെ തന്നെ. പക്ഷെ എന്ത് ചെയ്യണം? അവിടെയും സദക്കയൊക്കെ ചെയ്യണം. സുന്നത്ത് നോമ്പ് കൊണ്ട് മാത്രം നിർത്തരുത്. അത് നല്ല പരിപാടിയൊക്കെ തന്നെയാണ്. കാരണം നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് പല കാര്യത്തിനും പരിഹാരം വരും. അങ്ങനെയല്ലേ? പല കാര്യങ്ങളും അല്ലാഹു ചിലപ്പോൾ നടപ്പാക്കി കൊടുക്കും. ഇതൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ എന്ത് ചെയ്യണം? സദക്ക ചെയ്യൽ എന്നുള്ളത് ഒരു മെയിനായി നമ്മൾ കാണണം. ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുക. പലരും അതെന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. വെറും മദ്രസയിൽ പഠിക്കാൻ വരുന്ന ഇൽമു പഠിക്കുന്ന കുട്ടികൾക്ക് സംഭാവന സദക്ക, അരി കൊണ്ട് കൊടുക്കുക, ചോറ് കൊണ്ട് കൊടുക്കുക, പായസം കൊണ്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ പഴയ കാലം മുതൽ നിലനിന്ന് വരുന്നത് എന്താ? ഈ സദക്ക കൊണ്ട് നമ്മളുടെ വിപത്തുകളും വിഷമങ്ങളും നീങ്ങാം. അപ്പോൾ ഇതുണ്ടാവും. അത് റസൂൽ പറഞ്ഞതാണ് സദക്ക ചെയ്യാനായിട്ട്. പരിഹാരം ഉണ്ടാവില്ല എന്നല്ലേ ഈ പറഞ്ഞത്. നബി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്കൊരു വിഷമം നേരിട്ട പ്രശ്നം വന്നാൽ എന്ത് ചെയ്യാൻ അവിടെ പറയണേ? സദക്ക ചെയ്യാൻ ആണോ? ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ട് നബി പെണ്ണുങ്ങളുടെ അടുത്ത് പോയി പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞത്? യാ മാശറൻ നിസാ തസദ്ദഖൂ, പെണ്ണുങ്ങളുടെ സമൂഹമേ സദക്ക ചെയ്യൂ. പിരിവ്, സദക്ക ചെയ്യൂ. പെരുന്നാളിനാണ് പിരിവ്, തിരിഞ്ഞില്ല. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളെ ഞാൻ ധാരാളമായി നരകത്തിൽ പ്രവേശിക്കുന്നതായി കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക? സദക്ക ചെയ്യും. എന്നല്ലേ പറഞ്ഞേ? വത്തക്കൊന്നാറ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വലോ ബിശിക്കി തംറ, ഒരു കാരക്കയുടെ കഷ്ണം സദക്ക ചെയ്തിട്ടായാലും. അപ്പം സദക്കയാണ് വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹി പറഞ്ഞാണ് പരിഹാരം.